മേൽ കൂടി എനിക്ക് രാഷ്ട്രീയം പറയേണ്ട ഒരു ആവശ്യകതയൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഓണാക്കി വെച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റും. എന്നാൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? സിനിമ എന്ന് പറയുന്ന ഒരു കല. ആ കലയെ മറ്റുള്ള ജനങ്ങളിലേക്ക് അവർക്ക് കുറച്ച് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കുന്നു. ആ സിനിമയുടെ തിരക്കഥ ഞാൻ നായകനോടും തിരക്കഥാകൃത്തിനോടും ഒക്കെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ എനിക്കൊരു സിനിമ, അതായത് എൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എൻ്റെ ഒരു ഉള്ളിലുള്ള ദേഷ്യം തീർക്കാനായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യകതയില്ലല്ലോ. നായകനാരാണ്? മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ അടുത്തും പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരൊക്കെ ഈ ഒരു വിഷയം വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി BJP ഒക്കെ ഇടപെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നമായപ്പോൾ ആന്റണി പെരുമ്പാവൂരൊക്കെ പറഞ്ഞ് മോഹൻലാൽ കഥ പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ല എന്നാണ്. പിന്നീട് കേട്ടിട്ടുണ്ടെന്നുള്ളൊരു സമ്മേളനത്തിലൊക്കെ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മോഹൻലാൽ എപ്പോഴും ഒന്നും മിണ്ടിയിട്ടില്ല. മോഹൻലാൽ പേടിയാണ്. അതായത് മോഹൻലാലിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി അത് എടുത്തു കളയുമോ എന്നുള്ളൊരു വലിയ പേടി. ആ പേടിയിൽ നിന്നായിരിക്കും മോഹൻലാൽ അവിടെ നിശബ്ദനായത്. പിന്നീട് അതിനുശേഷം മമ്മൂക്കയുടെ ഹവാല ഇടപാടുകൾ, മമ്മൂക്കയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ, മമ്മൂക്കയുടെ മകൻ